2024 ഒക്ടോബർ മാസം 31 വ്യാഴാഴ്ച രാവിലെ 8:45 തിരുവല്ല YMCAയുടെ യൂത്ത് വർക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു ചെറിയ യാത്രയുടെ ദിവസമാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും YMCA ഭാരവാഹികളും എല്ലാവരും ചേർന്ന് കോന്നിയിലുള്ള എക്കോ ടൂറിസം ആൻഡ് എലിഫൻ്റ് ഷെൽട്ടർ അവിടേക്കൊരു യാത്ര തിരിക്കുന്ന ദിവസമാണ്. രാവിലെ എല്ലാവരും YMCAയുടെ ഹാളിൽ ഒത്തുകൂടി. YMCA ഓണററി സെക്രട്ടറി ശ്രീ ജേക്കബ് വർഗീസ് സാർ എല്ലാവരോടും YMCA പറ്റിയും ഭാവി പരിപാടികളെപ്പറ്റിയും ഒക്കെ സംസാരിക്കുകയുണ്ടായി. YMCA കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. ബാക്കി നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരുടെ കഴിവുകൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി അത് പല കഴിവുള്ളവരുണ്ട്. പാടാൻ കഴിവുള്ളവരുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ കഴിവുള്ളവരുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കൊച്ചു പിള്ളേരുടെ ഉള്ള വേദികളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഒത്തിരി യങ്സ്റ്റേഴ്സൊക്കെ പുറത്ത് പോകുന്നുണ്ട്. പിന്നെ ഒത്തിരി പ്രായമുള്ളവരുണ്ട്. പിന്നെ ഈ മാത്യൂസിനെ പോലെ ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ചുരുക്കം ചില ആൾക്കാരുള്ളതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ ഇത് നടത്താൻ പറ്റുന്നത്. അപ്പം ഇതിനകത്ത് ഇത്രയും താല്പര്യം ഈ മാത്യൂസ് എടുത്തതിനായിട്ട് മാത്യൂസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നത്. കാരണം ഞങ്ങളിവിടെ ഒത്തിരി 300 ചില മെമ്പേഴ്സ് ഉള്ള YMCA പുള്ളി എടുക്കുന്ന പെയിനും ഒക്കെ ആയിട്ട് പുള്ളിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നത്. അതിനേക്കാളും നിങ്ങൾക്ക് ഇത്രയും ദൂരം ഒരാൾ കോട്ടയത്തല്ലേ ഇത്രയും ദൂരം എന്നെല്ലാം വന്നത് ടീച്ചറാണെങ്കിൽ രാവിലെ ഇത്രയും ടീച്ചറല്ല ശരണ്യാണെങ്കിൽ രാവിലെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഫുഡിൻ്റെ കാര്യത്തിലെല്ലാം ഇത്രയും ഇനിഷ്യേറ്റീവ് അല്ലല്ല. എന്നാലും അതൊരു വലിയ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ഒരു ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ പറയും ശരിക്കും വലിയൊരു കാര്യം പിള്ളേരെ കൊണ്ട് തന്നെയല്ല അതിനുവേണ്ട സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ നമ്മളെ ബുദ്ധിമുട്ട്. അപ്പം ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് ഞാൻ YMCAയുടെ പേരിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള വളരെ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ നിങ്ങളെല്ലാവരോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം പോയി യാത്ര പോയിട്ട് ഞാൻ നിങ്ങളോട് വരാനിരുന്ന പക്ഷേ നിങ്ങൾ പത്രത്തിൽ വായിച്ചാണ് പുള്ളി ബിജു ലങ്കാവി എന്ന് പറഞ്ഞാൽ ഇനി ഏറ്റവും വലിയത് പുള്ളി മരിക്കുന്നതിന് ഒരു 3 മിനിറ്റ് സംസാരിച്ചാണ്. ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം ഇൻഡിവിജ്വലായിട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഫോണിൽ. ഞാനും നമ്മുടെ പ്രസിഡന്റ് പ്രിൻസിപ്പാൾ കുര്യൻ സാറിനോട് ഞങ്ങൾ രണ്ടുപേരും വിളിച്ചു. ഞാൻ ഈ പുള്ളിയെ വിളിച്ചോടെ പറഞ്ഞു സജി ഞാൻ നാളെ വരാം നമുക്ക് കാണാമെന്ന് പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോണിൽ പടം പ്രാവശ്യമായിട്ടിരിക്കുന്നു മരിച്ചു പോയി. എനിക്കൊരു ലാസ്റ്റ് കോളേജ് തന്നെയായിരിക്കും. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ പോയി അവിടെ ബോഡിയിലും കണ്ടു. ഇന്ന് കുര്യൻ സാറാണ് നിൽക്കേണ്ട എറണാകുളത്ത് പോകണം. എനിക്ക് പോകാതിരിക്കാൻ പറ്റും. പുള്ളി മുൻ പ്രസിഡന്റ് റീസൊക്കെ എന്നോട് പോകണം. ഇല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സിനോട് കൂടെ കാണുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് വരാത്തൊരു വിഷമമുണ്ട്. ഇത്രയും നല്ലൊരു പരിപാടിക്ക് എങ്കിലും എല്ലാവരും നല്ല ആശംസകളും ആരംഭിക്കുകയാണ്. ജയിക്കും സാറ് YMCA സെക്രട്ടറി സ്ഥാനത്ത് വിദേശത്തായിരുന്നു. ഏത് രാജ്യത്ത്? ഞാൻ മസ്കറ്റിലായിരുന്നു. റിട്ടയറായിട്ട് പോയി. ഞാൻ ഫൈനാൻസ് മാനേജറായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ YMCAയുടെ സെക്രട്ടറി സ്ഥാനമൊക്കെ ഏറ്റെടുത്തു. നമ്മൾ യൂത്ത്സിനും ചിൽഡ്രനും കുട്ടികൾക്കും വേണ്ടിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ വേണ്ട സപ്പോർട്ട് കൊടുക്കും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. കൂടുതൽ കത്തിയടിച്ച് നിങ്ങളെ ആരെ കൊല്ലുന്നില്ല. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള അവസരമൊക്കെ നമുക്ക് ഒരുക്കാം. ഇദ്ദേഹം ടേബിളിച്ച് നല്ലതുപോലെ പ്രതിഭാരമായിട്ട് കഥാപ്രസംഗം ഇങ്ങനെ സ്റ്റേറ്റ് ലെവലിലൊക്കെ സമ്മാനം കിട്ടുന്ന കുട്ടിയാണ്. 6ാം ക്ലാസ്സിലായത് കിട്ടും. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഒരു പ്രതിഭാരമാണോ എന്തെങ്കിലും റെഡിയാക്കി വെച്ചോണം. ഇദ്ദേഹം ലിഖിത 5ാം ക്ലാസ്സിലായതേ ഉള്ളൂ. പാട്ടോ ഡാൻസോ എന്തെങ്കിലും ഒരു 2 മിനിറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും 5 മിനിറ്റ് വെച്ച് തരാം. എല്ലാവരും 3 മിനിറ്റ് വെച്ച്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം സ്പേസ് തരും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിലൂടെ ഓഡിയൻസ് നമ്മൾ സ്ഥലത്തായിരിക്കാണ്. ഗീതാഞ്ജലി നല്ലോണം പാട്ട് പാടുന്നതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്തെങ്കിലും ഒത്തിരി പാട്ടൊക്കെ പാടി. എൻ്റെ ഓൺലൈൻ സ്റ്റുഡൻ്റ് അതുകൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പേരൻസിനും ഇതിനെ നമ്മുടെ കൂടെ പേരൻസും വരുന്നുണ്ട്. 5
അഞ്ജലി ടീച്ചർ നമ്മുടെ ഒരു നാഷണൽ ഹോക്കി പ്ലെയർ ഒക്കെയാണ്, ഇന്ത്യൻ നാഷണൽ ടീമിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. വിമൻസ് ടീമിൽ ഇപ്പോൾ ഫാത്തിമ കോളേജിൻ്റെ SCS സ്കൂളിൻ്റെ ഒക്കെ സ്പോർട്സ് കൗൺസിൽ കോച്ചാണ്. ടീച്ചറിൻ്റെ സ്റ്റുഡൻസ് ഒക്കെ നാഷണൽ ലെവലിലൊക്കെ കളിക്കുന്നവരുണ്ട്, നല്ലൊരു ട്രെയിനറാണ്. അതുകൊണ്ട് ഹോക്കിയൊക്കെ നമുക്ക് പിന്നെ പഠിക്കാനുള്ള അവസരമുണ്ട്. സോണിയ ടീച്ചർ തിരുവല്ല ഫാത്തിമ കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപികയാണ്. വളരെ പ്രഗത്ഭമായ, പറയാനാണെങ്കിൽ നിർത്താനൊക്കത്തിൻ്റെ നല്ല കഴിവും നല്ല ലീഡർഷിപ്പും ഒക്കെ ഉള്ള ഒരു നല്ല ലേഡിയാണ്. ശരണ്യ നമ്മുടെ തിരുവല്ല മുനിസിപ്പൽ കൗൺസിൽ പ്രതിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. നല്ല ഭക്ഷണം പാചകം ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കുക. നമുക്കിന്ന് ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരണ്യ മാഡമാണ്. മോനും ഉണ്ട്. അപ്പോൾ അത് എല്ലാ ടീച്ചർ അഞ്ജലി ടീച്ചറിൻ്റെ മക്കളായിരുന്നു രണ്ടുപേരും, വീരാഞ്ജലി അപ്പു. ഇത് നമ്മുടെ അലൻ ഇപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ബഡിങ് യങ് ലീഡറാണ് അല്ലേ? ശരിയല്ലേ? നമുക്കിതൊക്കെ താങ്ങുമോ? ഞങ്ങളോട് ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. മാസ്റ്റർ മോനായി നമ്മുടെ പേരൻസും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. നമ്മുടെ എല്ലാ പരിപാടികളും നമ്മൾ തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയിലൂടെയാണ്. ഇതൊരു സെക്യൂർ സ്പേസ് ആയതുകൊണ്ട് ഞാനൊരു പ്രത്യേക പ്രാർത്ഥന ഞാൻ ചെയ്യുന്നില്ല. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഒരു മൗന പ്രാർത്ഥന അവരവരുടെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. പ്രാരംഭമായി നടന്ന ചെറിയ ഒരു യോഗത്തിന് ശേഷം യാത്രാ സംഘം തങ്ങളുടെ യാത്ര ആരംഭിക്കുകയുണ്ടായി. 1ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന 12 കുട്ടികളും രക്ഷകർത്താക്കളായി 6 പേരും അടങ്ങിയ സംഘം YMCAയുടെ നേതൃത്വത്തിൽ മുൻകൂട്ടി ക്രമീകരിച്ചിരുന്ന അശ്വിൻ ട്രാവൽസിൻ്റെ മിനി ബസ്സിൽ യാത്ര ആരംഭിക്കുകയുണ്ടായി. വളരെയധികം ഉല്ലാസകരവും വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന ഒരു ദിവസത്തിൻ്റെ ശുഭ ആരംഭം തിരുവല്ല പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്നും ആരംഭിക്കുകയുണ്ടായി. തിരുവല്ല YMCAയുടെ യൂത്ത് വർക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള കോന്നി ആനക്കൂട് സന്ദർശന യാത്ര ഞങ്ങൾ 18 പേര് അടങ്ങുന്ന പേരൻസും കുട്ടികളും എല്ലാമായി 18 പേരുണ്ട്. ഈ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. തിരുവല്ലയിൽ നിന്നും യാത്ര തുടർന്നു. പങ്കെടുത്ത എല്ലാവർക്കും നല്ല ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഒരുമിച്ച് ഭക്ഷണപദാർത്ഥങ്ങളും സന്തോഷവുമൊക്കെ പങ്കുവയ്ക്കുവാനുമൊക്കെ ലഭിച്ച വളരെ നല്ല ഒരു അവസരമായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ നിറഞ്ഞു നിന്ന സുന്ദര നിമിഷങ്ങൾ. ബസ് യാത്ര തുടരുന്നു. തിരുവല്ലയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ പിന്നിട്ട് കോന്നിയിലെ എക്കോ ടൂറിസവും എലിഫൻ്റ് ഷെൽട്ടറും സ്ഥിതി ചെയ്യുന്ന സുന്ദര പ്രദേശത്ത് എത്തിച്ചേരുകയുണ്ടായി. വളരെ പ്രശാന്തമായ ഒരനുഭവമാണ്. പച്ച പിടിച്ച മനോഹരമായ അനുഭവങ്ങൾ നൽകുന്ന നല്ല ഒരു പ്രദേശം. അവിടെ കാട്ടിൽ നിന്നൊക്കെ കൂട്ടം തെറ്റിയും അല്ലാതെയൊക്കെ ലഭിക്കുന്ന ആനകളുടെ
പരിപാലന കേന്ദ്രമാണ്. കൊച്ചയ്യപ്പന് എത്ര വയസ്സ് പ്രായമുണ്ട്? 3 വയസ്സ് പ്രായമുള്ള കൊച്ചയ്യപ്പൻ എന്ന ആനയുടെ കൂടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൊച്ചയ്യപ്പനെ? ഒന്ന് വിളിച്ചേ, കൊച്ചയ്യപ്പാന്ന് വിളിച്ചേ. അങ്ങോട്ട് തിരിഞ്ഞോ, അടുത്ത് പോ. കൊച്ചയ്യപ്പൻ അടുത്ത് വരും. കൊച്ചയ്യപ്പാ വാ. ഞങ്ങള് തിരുവല്ല YMCA എന്ന് വന്നതാണ്. നൈസ് ടു മീറ്റ് യു. 2 വയസ്സുള്ള ആനയാണ്. നമുക്കൊക്കെ എത്ര വയസ്സുണ്ട്? നമ്മളെയൊക്കെ 7 വയസ്സ് ജൂനിയറാണ്. കണ്ടാ പറയൂ, നമ്മുടെ 10 ഇരട്ടി 50 ഇരട്ടി വെയിറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചയ്യപ്പനെ കണ്ടു. എല്ലാ ദിവസവും രാവിലെ 10:30 മണിയോടുകൂടി ആനയൂട്ടിനുള്ള സമയമാണ്. ഫീഡിംഗ് ടൈം, ന്യൂട്രീഷൻ ടൈം. ഭൂമിയിലെ ഏറ്റവും വലിപ്പമേറിയ കരയിൽ വസിക്കുന്ന മൃഗം, ഏറ്റവും ബലമേറിയതെന്നും വേണമെങ്കിൽ പറയാം, ആനയാണ് എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇത്ര വലിപ്പമേറിയ, ഇത്ര ബലമേറിയ ആന ഒരു പൂർണ്ണ സസ്യാഹാരിയാണെന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഒരു അത്ഭുത യാഥാർത്ഥ്യമാണ്. ആനകൾക്ക് സസ്യങ്ങളാണ് വൃക്ഷത്തിൻ്റെ ഇലകളും കൊമ്പുകളും ഓലയും അങ്ങനെ ധാരാളം ഭക്ഷണമുണ്ട്, പുല്ല്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ പരിപാലന കേന്ദ്രമായതുകൊണ്ട് ആനകളുടെ ആരോഗ്യം ഉറപ്പിക്കുന്നതിനായിട്ട് അരിയാഹാരം നൽകും. വേവിച്ച അരി, ചോറിനൊപ്പം തന്നെ ആനകളുടെ സമ്പൂർണ്ണ ആരോഗ്യം ഉറപ്പാക്കുന്നതിനായി വിവിധ പോഷകങ്ങളും ചേർത്ത് വലിയ ഉരുളകളാക്കി ആനയെ പരിപാലിക്കുന്ന പാപ്പാന്മാർ ആനവായിലേക്ക് വെച്ച് കൊടുക്കുന്ന സുന്ദരമായ കാഴ്ച. ആനകൾ തികഞ്ഞ അച്ചടക്കത്തോടുകൂടി അത് ഭക്ഷിക്കുകയും തൃപ്തിയോടെ, സന്തോഷത്തോടെ പ്രതികരിക്കുകയും ചെയ്യുന്ന അനുഭവം. ആനകൾ വന്യമൃഗങ്ങളാണെങ്കിൽ പോലും വർഷങ്ങളുടെ പരിശീലനത്തിൻ്റെ ഫലമായി അവയെ നോക്കുന്ന, പരിപാലിക്കുന്ന പാപ്പാന്മാരുമായി ഒരു നല്ല സ്നേഹബന്ധം ഉടലെടുക്കുന്നുണ്ട്. നല്ല അച്ചടക്കത്തോടുകൂടി അവർ പാപ്പാന്മാരെ അനുസരിക്കും, അവരോട് ക്രിയാത്മകമായി പ്രതികരിക്കും. അങ്ങനെ ഇവിടെ സന്ദർശിക്കുന്ന പൊതുജനത്തിനും ഈ അപൂർവ കാഴ്ച കാണുവാനുള്ള, അടുത്തു നിന്ന് കാണുവാനുള്ള അവസരം അവിടെ ഒരുക്കിയിട്ടുണ്ട്. പങ്കെടുത്ത ഓരോരുത്തർക്കും അതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. അതിൻ്റെ അച്ചടക്കമാണ്. നമ്മൾ കൃത്യസമയത്താവുന്നത്, അതുകൊണ്ട് ഇത് കാണാൻ, അല്ലെ കൂട്ടിക്കിടക്കുന്ന ആനയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ഞങ്ങളിപ്പോൾ കോന്നി ആനക്കൂട്ടിലാണ്. തിരുവല്ല YMCAയുടെ യൂത്ത് വർക്ക് കമ്മിറ്റിയുടെ പിക്നിക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്ന ഒരു പ്രദേശമാണിത്. അവിടെ നല്ലൊരു ഉദ്യാന സദൃശ്യമായ അന്തരീക്ഷമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഒരു എലിഫൻ്റ് മ്യൂസിയമാണ്. ആനയുടെ കഥ പറയുന്ന ഒരു കേന്ദ്രം എന്ന് തന്നെ
പറയേണ്ടി വരും. മാനവരാശിയുടെ ചരിത്രത്തിൽ മനുഷ്യൻ ഹോമോസാപ്പിയൻ സ്പീഷീസ് ഈ ഭൂമിയിൽ വാസമുറപ്പിച്ചിട്ട് ഏകദേശം 3 ലക്ഷം വർഷമായി എന്ന് നരവംശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും ഒക്കെ ആധികാരികമായി തന്നെ പറയുന്നു. എന്നാൽ ആന എന്ന സ്പീഷീസ് ഭൂമിയിൽ വന്നിട്ട് 50 ലക്ഷം വർഷമെങ്കിലും ആയി കാണുമെന്ന് പഠനങ്ങൾ ഉറപ്പിക്കുന്നു. ഇവിടെ ആനയുടെ പരിണാമം മുതൽ ആനയുടെ ഭൂമിയുടെ ചരിത്രത്തിലെ സാന്നിധ്യവും ക്രിയാത്മകതയും യാത്രയും ഒക്കെ ഭംഗിയായി വിവരിക്കുന്ന ഒരു മ്യൂസിയമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും വളരെ ക്രിയാത്മകമായി ഉപയോഗിച്ചുകൊണ്ട് സന്ദർശകർക്ക് വളരെയധികം പ്രയോജനകരമായ ഒരു മ്യൂസിയം തന്നെയാണ്. സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ആനന്ദിക്കാനുള്ള ഒരു വേദിയാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാൻ ഉള്ള ഒരു വേദി കൂടിയാണ്. ആനയുടെ ഫിസിയോളജി, ശരീരഘടന അതൊക്കെ വ്യക്തമായി മനസ്സിലാക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. കൗതുകത്തോടെ വിജ്ഞാനത്തിൻ്റെ പല പല തലങ്ങളിലേക്ക് കുട്ടികൾ പ്രവേശിക്കുകയാണിവിടെ. ഫിലോസഫീസ് ഡിയർ ഡിലൈറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു അനുഭവമാണ്. മുതിർന്നവർക്കും എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുവാനുള്ള വേദിയാണ്. കരുത്താർന്ന വന്യമൃഗമായ ആനയെ മനുഷ്യൻ എങ്ങനെ തൻ്റെ സഹയാത്രികരാക്കി എന്നുള്ളതിൻ്റെ അത്ഭുത കഥ അനാവരണം ചെയ്യപ്പെടുന്നു. ആനയുടെ വിവിധ ശരീരഭാഗങ്ങളുടെ അസ്ഥികൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആനയെ മെരുക്കുവാനായി മനുഷ്യൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, വസ്തുക്കൾ എല്ലാം ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അച്ചടക്കത്തിൻ്റെ, അനുസരണത്തിൻ്റെ മാർഗത്തിലേക്ക് വന്യമൃഗങ്ങളെ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആനയുടെ നഖം, പല്ല്, അങ്ങനെ വിവിധ ശരീരഭാഗങ്ങളുടെ അസ്ഥികൾ ഇവിടെ കാണുവാൻ സാധിക്കും. വലിപ്പമേറിയ പല്ലുകളും നഖങ്ങളും ഒക്കെയാണ് ആനയ്ക്കുള്ളത്. നാഗരികതയുടെ ചരിത്രത്തിൽ ആന മനുഷ്യ സമൂഹത്തിലേക്ക് കടന്നു വന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. 3 ഡൈമെൻഷണൽ മോഡൽസ് ക്രമീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആനയെപ്പറ്റിയുള്ള വിവിധ അറിവുകൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ക്രമീകരിച്ചിരിക്കുന്നു. മനോഹരമായ ചിത്രങ്ങൾ തീർച്ചയായും കാണുവാനും അനുഭവിക്കുവാനും വളരെ നല്ല കാര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇതൊരു നവ്യ അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആനകൾ ചരിത്രത്തിൽ ഇടം പിടിക്കുമ്പോൾ മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ അനേക വസ്തുതകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ്റെ അത്യാഗ്രഹം മൂലം ആന വംശനാശം സംഭവിക്കുമോ എന്നുള്ള ഒരു ചോദ്യവും ഇവിടെ ഉയർത്തുന്നുണ്ട്. ആനകളെ
സംരക്ഷിക്കേണ്ട ആവശ്യകത വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. അനേക വർഷങ്ങൾക്ക് ശേഷം വരും തലമുറകളിലെ പാഠപുസ്തകങ്ങളിലും കഥപുസ്തകങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും മാത്രമായി ആന ഒതുങ്ങുമോ? ഇന്ന് ദിനോസറുകളെയൊക്കെ അങ്ങനെയാണല്ലോ അറിയുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉയർത്തപ്പെടുന്നു. ഇപ്പോൾ ഡൈനോസറിനെ നമ്മളെല്ലാം കാണുന്നുണ്ട് പിക്ചർ ബുക്കിലും പിന്നെ വീഡിയോസ്. അപ്പം ഒരു 50 വർഷം കഴിഞ്ഞ് ആനകളില്ലാതാകുന്നത് നമുക്ക് സന്തോഷമാണോ? അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആനകളെ പ്രൊട്ടക്ട് ചെയ്യണം. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? Are we happy to suppose that our grandchildren may never be able to see an elephant except in a picture book? So no, we are not happy. We want to preserve, protect. Okay. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്? ഗോവയിലെ ആന ഷെൽട്ടർ, എലിഫന്റ് ഷെൽട്ടർ, എലിഫന്റ്സിനെ പരിപാലിക്കുന്നത്. നമ്മളിപ്പോൾ എന്തോ ചെയ്യുന്നതാണ്? ഫുഡ് കഴിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ ഒരു പിക്ചറാണ്. ഇതെല്ലാം YMCAയുടെ യൂത്ത് വർക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ 11 കുട്ടികളും 10 കുട്ടികളും 11 കുട്ടികളും 6 സീനിയേഴ്സുമായിട്ട് നമ്മൾ ഒരു ദിവസത്തെ പരിപാടിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടുണ്ടോ? സോ നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ക്ലാസ് 8. ഉറക്കെ പറ കാശിനാഥ. കാശിനാഥൻ ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. Rowan Thomas Varghese, class 8. Johan C. Varghese, 6th. Paul Varghese, 8th. Everett Salim Brian, class 6. Nikita Susan Abraham, class 5. Geetanjali A, class 7. Gautam Krishna, class 4. നമ്മുടെ പേരൻസ് സീനിയർ സ്റ്റുഡൻ്റ് ഉണ്ട്. അലൻ പറഞ്ഞു. MBAക്ക് പഠിക്കുന്ന ആളുണ്ട്. നമ്മുടെ മലയാളം സാറുണ്ട്, വർഗീസ് സാറല്ലേ? സാറ് നിരണം സ്കൂളിൽ നമ്മുടെ മർദ്ദവം കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ സോണിയ മാഡം ഉണ്ട്. സോണിയ കൊച്ചമ്മല്ലേ? മാഡത്തിൻ്റെ പേര് റേനി. ടീച്ചറാണ്. എവിടെ? ഹൈസ്കൂളിലാണ്, ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നെ നമ്മുടെ ശരണ്യ മാഡം ഉണ്ട്. നമ്മളുടെ മുൻ കൗൺസിലറായിരുന്നു, ഇപ്പോൾ മികാസ് ഫുഡ് അല്ലേ? അങ്ങനെ നല്ല ഒരു സംരംഭം നടത്തുന്നു. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് വളരെ സന്തോഷകരമായ രീതിയിൽ നമ്മൾ കോന്നി ആനക്കൂടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താണ് കുട്ടികളെ അവിടെ എന്തോ സംഭവം? ഇത് ആന പോലത്തെ എന്ന് പറഞ്ഞ അതിൻ്റെ പേരെന്തുവാ ആദ്യത്തെ? ഈ എവല്യൂഷൻ ഓഫ് എലിഫൻ്റ് ആണ്. പല സ്പീഷീസായിട്ട് വന്ന് ഏതൊക്കെയാ? ഓടിച്ചൊന്ന് വായിച്ച് ഏതൊക്കെയാന്ന്? അങ്ങനെ ഈ വൂളി മാമത്ത് ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഈ എലിഫൻ്റ് ആണ്. അപ്പോൾ ഇതിനാണ് പരിണാമം എന്ന് പറയുന്നത്. എന്തുവാ പരിണാമത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? എവല്യൂഷൻ എന്നാണ്. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എവല്യൂഷനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് പറയുന്നത്. തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, എവറി എക്സ്പീരിയൻസ് ഈസ് എ ക്ലാസ് റൂം എക്സ്പീരിയൻസ്. കുട്ടികളുടെ വിനോദത്തിനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. ജീവിത പാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്ന നിമിഷം. ഈ കളിയുടെ പേരെന്തുവാ? സ്ലൈഡ്. ഈ കളിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായത്? ഇനി വന്നേ ചോദിക്കട്ടെ. രസമല്ല, ഇത് ജീവിതത്തിലെ വലിയൊരു പാഠമാണ് പഠിപ്പിക്കുന്നത്. എന്ത് പാഠമാണെന്നറിയാമോ? താഴോട്ട് പോകുന്നതോ? നമുക്ക് ഇതിനകത്ത് സന്തോഷകരമായ കാര്യം എന്തോ? ഇറങ്ങി വരുന്നതല്ലേ. പക്ഷേ സന്തോഷം അനുഭവിക്കണമെങ്കിൽ
ഇച്ചിരി കഷ്ടപ്പെടണം. മനസ്സിലായല്ലോ? കഷ്ടപ്പെട്ട് നമ്മൾ മുകളിലെത്തിയാൽ നമുക്ക് സന്തോഷം അനുഭവിക്കാം. അപ്പം നിങ്ങൾ കൊച്ചു കുട്ടികൾ നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ജീവിതത്തിൽ ലൈഫ് വിൽ ബി ഈസി. അതുകൊണ്ട് ആദ്യം ഇച്ചിരി കഷ്ടപ്പെടണം. കയറിക്കോ, കഷ്ടപ്പെടില്ല. അതുകൊണ്ട് കഷ്ടപ്പെടാതെ സന്തോഷം ആരും ആഗ്രഹിക്കില്ല, അത്രയേ ഉള്ളൂ. സോ അങ്ങനെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോവുകയാണ്. ആനത്താവളത്തിലെ സന്ദർശകർക്കായി ഒരു ലഘു ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നു. ചായ, കാപ്പി, ജ്യൂസ്, ശീതളപാനീയങ്ങൾ, ചെറിയ പലഹാരങ്ങൾ എല്ലാം മിതമായ നിരക്കിൽ അവിടെ ലഭിക്കുന്നതാണ്. കുട്ടികൾക്കും പങ്കെടുത്തവർക്കും ഇടയ്ക്കൊരു എനർജി ബൂസ്റ്റിംഗ് നിമിഷങ്ങളായിരുന്നു. കോന്നി ആനത്താവളത്തിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി സന്ദർശകരെ മനസ്സിലാക്കുവാൻ ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. വളരെ പ്രയോജനകരമായ പല കാര്യങ്ങളും അവിടെ നിന്നും പഠിക്കുവാനായി സാധിക്കുന്നു. ഊഞ്ഞാലാടിയ നിമിഷങ്ങൾ. ഊഞ്ഞാലാടുവാണോ? ഇത്രയധികം ഫിസിക്സ് അപ്ലൈ ചെയ്യുന്ന വേറൊരു സംഭവം ഇല്ല, അറിയോ? എന്തോ ഇവിടെ ഫിസിക്സ് അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞേ. ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷനാണ്. വാട്ട് ഈസ് ദാറ്റ്? ടു എവറി ആക്ഷൻ അവിടുന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. മോനെ ഫോഴ്സ് അപ്ലൈ ചെയ്യും. കണ്ടോ? പുറകെ നിൽക്കുന്ന ആള് കണ്ടോ? ഹി അപ്ലൈസ് എ ഫോഴ്സ്. അതുകൊണ്ട് അതിങ്ങോട്ട് വരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ആ റോപ്പാണ് പിന്നെ ഫോഴ്സ് ബാക്ക്വേർഡ് ചെയ്യുന്നത്. ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ലോ ഓഫ് ഇനേർഷ്യ വെച്ച് സ്റ്റോപ്പ് സ്വിങ്ങിങ്. ഒന്നും ചെയ്യണ്ട. എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് ഫോർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ. അപ്പോൾ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഫിസിക്സ് ലോസ് ഈ മൂവ്മെൻറ്റ് ഒരിക്കലും നിൽക്കാൻ പാടില്ല. ബട്ട് വൈ ഇറ്റ് സ്റ്റോപ്സ്? ഇനേർഷ്യ, ഈ ഫ്രിക്ഷൻ കോസ്ഡ് ബൈ എയർ. അതാണ് ഇത്. ന്യൂട്ടോണിയം ഫിസിക്സിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രായോഗിക ലെസൺസാണ് നമ്മൾ പഠിക്കേണ്ടത്. ഐസക് ന്യൂട്ടൺ 400 വർഷങ്ങൾക്ക് മുമ്പ് തിയറി കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഇത് ലോകാരംഭം മുതലേ ഉള്ള തത്വങ്ങളാണ്. സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ എന്തുവാ, ഗുരുത്വാകർഷണം കണ്ടുപിടിക്കുന്നതിന് മുമ്പും ആപ്പിള് താഴോട്ട് തന്നെ വീണത്. പക്ഷേ ഇത് ന്യൂട്ടൺ തിയറൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 400 വർഷമായി കാണും. ഓക്കെ, സല്യൂട്ട് ടു ദ ഗ്രേറ്റ് ജീനിയസ് സർ ഐസക് ന്യൂട്ടൺ. ആനയെ പാർപ്പിക്കുന്ന ഏരിയയാണ്. അങ്ങോട്ട് പോയിക്കോ. എലിഫന്റ് ഷെൽട്ടർ. നടന്ന് കയറിക്കോ, അങ്ങോട്ട് പോയിക്കോ. എത്ര ആനകളുണ്ടൊക്കെ എന്ന് പോയി എണ്ണി നോക്കിയേ ചെല്ല്. ഓരോ ആനയും പോയി കണ്ട അതിന്റെ പ്രായവും. എന്തോ? ഇതെല്ലാം കണ്ടു കഴിഞ്ഞു അതിന് മുമ്പ്. ചെല്ല്. വെരി ഗുഡ്. So sum of the ages of 3 elephants is എന്നും പറഞ്ഞ് നമുക്ക് ലീനിയർ ഇക്വേഷൻ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ നോക്കും. ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇനി കോന്നിയിലെ എലിഫന്റ് ഷെൽട്ടർ. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. കരുത്തിൻ്റെ പ്രതീകമായ ആനകൾ. ആനയുടെ പേരെന്തുവാ? ഈവ. അപ്പൊ ഇത് ഈ ആനയുടെ പേരെന്തുവാ? ഈവ. 22 വയസ്സ്. ഏത് വർഷമാണ് കിട്ടിയത്? 2003. ഒന്ന് വിളിച്ചേ ഈവ എന്ന് വിളിച്ചേ. ഈവ.
പ്രിയദർശിനി ഇന്ദിരാഗാന്ധിയുടെ ഓമന പേരായിരുന്നു ഇന്ദിര പ്രിയദർശിനി. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് ഒക്ടോബർ 31-ാം തീയതി. അതുകൊണ്ട് നമ്മൾ പ്രിയദർശിനി. എത്ര വയസ്സുണ്ട്? പ്രിയദർശിനി എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ്? പ്രിയ എന്ന് പറഞ്ഞാൽ ഡിയർ. ദർശനം മീൻസ് കാണുവാൻ സുന്ദരിയായവൾ അല്ലെങ്കിൽ കാണുവാൻ ഭംഗിയുള്ള, അതിനാണ് പ്രിയദർശിനി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയദർശിനി, ഹലോ പ്രിയ, പ്രിയ, പ്രിയ. ഇനി നമ്മുടെ മീന വരുന്നുണ്ട്. മീന ഏത് മീനാന്ന് ചോദിച്ചേ? മത്തിയാണോ അയിലയാണോ? മീനയ്ക്ക് എത്ര വയസ്സുണ്ട്? 33 വയസ്സുണ്ട്. ഇപ്പൊ നമ്മള് കുറച്ചു മുമ്പ് എല്ലാടെ വന്ന് എന്തോ കഴിച്ചത്? അരിയാഹാരം കഴിച്ചു. ഇപ്പൊ എന്താണ് കഴിക്കുന്നത്? ഇലയാണോ? ഇത് പുല്ല്, ഗ്രാസ്. അപ്പോൾ അങ്ങനെ ഒരു മിക്സ്ഡ് ഡയറ്റ് ആണ്. ആന വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? നമ്മൾ KFC ചിക്കനൊക്കെ വാങ്ങിച്ചു കൊടുത്ത ആന കഴിക്കുവോ? എവിടെ കഴിക്കും? ആന കഴിക്കത്തൊന്നുമില്ല. ആന ഈസ് എ നാച്ചുറൽ വെജിറ്റേറിയൻ ആണ്. പക്ഷേ ആനയാണ് ഈ ലോകത്തിലെ കരയിലെ ഏറ്റവും വലുതും ഏറ്റവും ശക്തിയേറിയ മൃഗം. അതുകൊണ്ട് ഏറ്റവും ശക്തിയേറിയ മൃഗം വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് ശക്തി വരാൻ വേണ്ടി ഇറച്ചി മീനും ഒന്നും കഴിക്കേണ്ട കാര്യമില്ലെന്ന് ആന നമ്മളെ പഠിപ്പിക്കുന്നു. മീന, മീന, നീ ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്തോ പേരിട്ടില്ലേ? നമുക്കുണ്ടോ? ആ പേരുണ്ടല്ലോ. കൃഷ്ണ, കൃഷ്ണ, അതിനാണ് ഞാൻ ആടുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട്. എന്തോ കൃഷ്ണ, കൃഷ്ണ, കൈ കാണില്ലടാ, കൈ കാണില്ല. അത്രയും പുല്ലിന്റെ അവിടെ കിടക്കും. നമ്മൾ ഈ പുല്ല് കാണിച്ചുകൂടി പുള്ളി വിളിക്കും. ഇങ്ങോട്ട് വിളിക്കണോ? കൃഷ്ണാന്ന് വിളി. ഹായ്. ആനയുടെ ശരീരത്തിന് പ്രൊപ്പോർഷനായിട്ട് വലിപ്പമില്ലാത്ത ഒരു ഓർഗൻ ഏതാണ്? ആനയുടെ കണ്ണ് ആനയുടെ ശരീരത്തിന്റെ പ്രൊപ്പോർഷനായിട്ട് വലിപ്പമില്ല, വളരെ ചെറുതാണ്. ആന എന്തിനാ എപ്പോഴും ഈ ചെവി ആട്ടിക്കൊണ്ടിരിക്കുന്നു? ചൂട് കുറയ്ക്കാൻ, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആന ചെവി ആട്ടുന്നത്. ഓക്കെ, ബൈ ബൈ. സോണിയ ടീച്ചർ ആനയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? ടീച്ചർ ബോട്ടണിയാണ് പഠിച്ചതെങ്കിൽ പഠിച്ചിട്ടില്ല. കാരണം എന്റെ റിസർച്ച് ചെയ്തതൊക്കെ ഞാൻ ഫോറസ്റ്റിലായിരുന്നേ. ഈ പറയുന്ന റാന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ ഗൂഡ്രിക്കൽ റേഞ്ചിൽ. അപ്പൊ ഞാൻ കളക്ഷന് പോകുമ്പോൾ ഞാൻ ആനയെ കണ്ടിട്ടുണ്ട്, ആനക്കൂട്ടത്തെ കണ്ടിട്ടുണ്ട്. അതുപോലെ ആനത്താരയിലൂടെ നടന്നു കാട്ടാൻ. അതെ അതെ. അപ്പൊ ഇങ്ങനെ അതിന്റെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഗാർഡുമാര് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ അനങ്ങാൻ പറ്റാതിരിക്കാൻ ചങ്ങലക്കകത്തിട്ടേക്കൂ. വെള്ളമൊക്കെ അത് കൊടുത്തോളും. ഈ ആനകളെല്ലാം വളരെ ഹെൽത്തിയാണ്, കണ്ടോ? അതിൻ്റെ ശരീരമൊക്കെ നല്ല ഹെൽത്തിയാണ്. കാരണം എന്നാ? അല്ലല്ല, അതിനെ നല്ലോണം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പട്ടിണിക്കൊന്നും ഇടുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ ഹെൽത്തി ആനകളാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്, അതുകൊണ്ട് പൈസയൊക്കെ ഉണ്ട്. എല്ലാം ഭംഗിയായിട്ട് അവർ നോക്കിക്കോളും. കണ്ടു കഴിഞ്ഞാൽ IMCയുടെ യൂത്ത് വർക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദീപാവലി ദിവസം എവിടെയാ വന്നത്? അടുത്ത് വരാം. കോന്നി ആനക്കൂട്ടിൽ വന്നു. ഇവിടെ എത്ര ആനകളുണ്ടോ? ഇവിടെ കണ്ട ആനകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആന എത്ര വയസ്സുള്ളതാണ്? അവിടെ 3 വയസ്സുള്ള ആനയെ ആദ്യം കണ്ടത്. ഏറ്റവും പ്രായം കുറഞ്ഞ ആന 3 വയസ്സ്. ഏറ്റവും പ്രായം കൂടിയ ആന 40 വയസ്സ്. അപ്പോൾ 3 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള ആനകളെ നമ്മൾ കണ്ടു.
ഇഷ്ടമാണോ ആനയൊക്കെ? ആന ഇഷ്ടമാണോ കാശി? ആണോ? അപ്പോൾ നമ്മളിങ്ങനെ ആനകളെ പരിപോഷിപ്പിക്കുകയാണ്. നല്ലൊരു സംരംഭമല്ലേ ഇത്? കാട്ടിലൊക്കെ കിടക്കേണ്ടതാണ്, എന്നാലും ഒറ്റപ്പെട്ട് നമുക്ക് കിട്ടുന്ന ആനകളാണ്. അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, ഈ എല്ലാ ആനകളും ഹെൽത്തിയാണ്. അതിൻ്റെ അർത്ഥം അതിനെ നല്ലതുപോലെ നോക്കുന്നുണ്ടെന്നാണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആനയ്ക്ക് എന്തുവാ വലിയ ഉരുളയായിട്ട് എന്തോ കൊടുത്തത്, ചോറും അതിനകത്ത് എല്ലാവരും അങ്ങോട്ട് വായിലോട്ട് വെച്ച് കൊടുത്തത്. ആന എന്ത് നമ്മളൊക്കെ നിങ്ങൾക്കൊക്കെ അമ്മ വാരി തരുന്നുണ്ട്, എന്തുമാത്രം കരച്ചില്ല, പുലിമുരുകൻ്റെ വീഡിയോ കാണണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ല ഡിമാൻഡ് ഇതിനുണ്ടോ? ഇല്ല. അപ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമ്മളെ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ YMCA യൂത്ത് വർക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ആശംസ അറിയിച്ചേ. ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, താങ്ക് യു. വിനോദത്തിനുള്ള സ്ഥലത്തേക്ക് വീണ്ടും കുട്ടികൾ പോവുകയുണ്ടായി. അശോകവനമാണ്. അശോക മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു സ്ഥലം. വളരെ ശുദ്ധമായ വായുവാണ് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രസ്താവ്യ യോഗ്യമായ കാര്യം തന്നെയാണ്. കുറച്ച് സമയം ഇവിടെ ചിലവഴിക്കുമ്പോൾ തന്നെ ശ്വാസകോശത്തിന് നല്ല ഒരു ഉണർവും ആരോഗ്യവും ആവേശവുമൊക്കെ ലഭിക്കും. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും എല്ലാവർക്കും ഒന്ന് ആസ്വദിക്കുവാനും സന്തോഷിക്കുവാനും ഉല്ലസിക്കുവാനും ലഭിക്കുന്ന നല്ല നിമിഷങ്ങൾ തന്നെയാണ്. കുട്ടികളെല്ലാവരും തന്നെ ഏറ്റവും സന്തോഷകരമായി പ്രകൃതിയുടെ മടിത്തട്ടിൽ ആസ്വദിക്കുന്ന ഊഞ്ഞാലാടിയ നിമിഷങ്ങൾ. കേരളത്തിൻ്റെ ഒരു പാരമ്പര്യ വിനോദം തന്നെയാണ് ഊഞ്ഞാൽ. വലിയ മരത്തിൽ നിന്നാണ് കയറുകൾ താഴേക്ക് വന്ന് ഇരിക്കുവാനുള്ള തടിക്കഷ്ണമൊക്കെ വെച്ച് വളരെ ആനന്ദദായകമായ ഒരു വിനോദ ഉപാധിയാണ്. ജീവിതത്തിൻ്റെ ആസ്വാദ്യകരമായ മുഹൂർത്തങ്ങൾ. എല്ലാവരും സന്തോഷിക്കട്ടെ, ആനന്ദത്തിൽ മതിമറന്ന് ജീവിതം ആസ്വദിക്കട്ടെ. പങ്കെടുക്കുന്ന അംഗങ്ങളുടെ വ്യക്തിത്വ വികസനവും നേതൃത്വ പരിശീലനവും ഉറപ്പാക്കാനാവുന്ന പരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുള്ള നിമിഷങ്ങളാണ് ഇനിയുള്ളത്. നമ്മളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുതിർന്ന അംഗങ്ങളെയൊക്കെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിതാവല്ലേ, അമ്മയുടെ പിതാവ് വന്നിട്ടുണ്ട്. എന്തുവാ സാറിൻ്റെ പേരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഗോപാലകൃഷ്ണപിള്ള. എൻ്റെ പേര് ഗോപാലകൃഷ്ണപിള്ള. എവിടെയായിരുന്നു? എന്തുവാ? കൊടുമൺ പഞ്ചായത്തിലെ അങ്ങാടിക്ക വില്ലേജ്, പത്തനംതിട്ട ജില്ല. ഓക്കെ. അതുകൊണ്ട് വന്നതിലുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. സ്നേഹപൂർവ്വം ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. സന്തോഷം. നമ്മുടെ മഞ്ഞാടിയിലുള്ള മാർത്തോമ സേവ്യ സംഘം സ്കൂൾ എന്നും പറഞ്ഞൊരു സ്കൂളുണ്ട്. ഞാൻ പഠിച്ച സ്കൂളാണ്. ഞാൻ 1991 7ാം ക്ലാസ്സിൽ അവിടുന്ന് പഠിച്ചതാണ്. ആ സ്കൂളിലാണ് ഇപ്പോൾ എവലറ്റ് പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്കും എന്നെ അന്ന് പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ അന്നമ്മറ്റി ബേബി കൊച്ചമ്മനാണ് എവലറ്റിൻ്റെയും ക്ലാസ് ടീച്ചർ ഇപ്പോൾ. അങ്ങനെ വലിയൊരു കണക്ഷനുണ്ട്. അതുകൊണ്ട് എവലറ്റ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ധാരാളം സമ്മാനങ്ങൾ, കവിതാ പാരായണം, വേറെന്തൊക്കെയാണ്, ലളിതഗാനം. ഇപ്പം നമുക്ക് എന്തുവാ ഒന്ന് കിട്ടുന്നത്? കവിതയാണോ? ഏത് കവിതയാണ് പാടുന്നത്? കാട്. സോ നമുക്ക് എവലറ്റിന്റെ കാട് എന്ന കവിത ഇപ്പോൾ കേൾക്കാവുന്നതാണ്. ഞാനെന്തു പേരിടും കാട്ടിലെ കാരണോന്മാർക്കെന്തു ഞാൻ പേരിടും? കോടാനുകോടിയാവർത്തിച്ചു പോകിലും കോടിക്കവസാനമില്ലാത്ത കല്ലുകൾ കേറി വരും തോറുമൂറ്റും പ്രണയത്തിനേറി വരുന്നൊരു കുന്നും മുടികളും ചുറ്റിയിറങ്ങും
പ്രകാണ്ഡങ്ങളും ഞാനെന്തു പേരിടും കാട്ടിലെ കൂട്ടുകാർക്കെന്തു ഞാൻ പേരിടും ഓരോ നിഴലും വെയിലിൻ്റെ പൂക്കളും ഓരോ വളവിലും പൂക്കുന്ന പൂതങ്ങൾ കാട്ടുദൈവങ്ങൾ പരീത ജനിക്കാത്ത കൂട്ടുകുടുംബങ്ങൾ ചാറ്റുകൾ തോറ്റങ്ങൾ മാരിവേലിന്നി മാറാത്ത കാറ്റുകൾ പൂർണ്ണ വിരക്തമാം ജ്ഞാനഖണ്ഡങ്ങൾ സമ്പൂർണമാകാത്ത രതിപ്രകാണ്ഡങ്ങളും ഞാനെന്തു പേരിടും ആകാശ നക്ഷത്ര പീഠത്തിൽ ലീലാരസുധ്യാനലോലയായി വീണവായിക്കും പ്രപഞ്ചമാനാവിൻ്റെ പാദസരങ്ങളിലൊന്നിൻ്റെ ചിഞ്ചിലും കാട് അവൾ കാലം നിണക്കിയിണകൊള്ളുകെ കാലമുന്മേഷ നിമിഷണം കൊള്ളുന്നു ഞാനെന്തു പേരിടും കാടിനു ഞാനെന്തു പേരിടും പേരുകൾ ഭൂമിയും സൂര്യനും ചന്ദ്രനും പേരുകളല്ലയോ സർവചരാചരം പേരുകൾക്കുള്ളിൽ പെരുമാളിരിക്കുന്നു പേരും പെരുമാളും ഒന്നു തന്നല്ലയോ നിങ്ങളും ഞാനുമേ കാടും കിനാക്കളും അണ്ടകടാഹവും പൂർണ്ണമതേ ഇത് പൂർണ്ണം മനോവസ്തു പൂർണ്ണത്തിൽ നിന്നൊരു പൂർണ്ണമുണ്ടാകുന്നു പൂർണ്ണത്തിൽ നിന്നൊരു പൂർണ്ണമെടുക്കിലോ പൂർണ്ണമേ ശേഷിപ്പു ശാന്തിയോ ശാന്തിയോ. പൂർണ്ണത്തിൽ നിന്ന് ഒരു പൂർണ്ണമെടുക്കുകയിൽ എന്താണ് ശേഷിക്കുന്നത് കേട്ടോ? പൂർണ്ണം ശേഷിക്കും. ഞാൻ റെസിറ്റേഷൻ കോമ്പറ്റീഷനൊക്കെ ജഡ്ജായിട്ട് പോകുന്ന ആളാണ്. എനിക്ക് അടുത്ത ആഴ്ച ഒരു റെസിറ്റേഷൻ കോമ്പറ്റീഷൻ്റെ ജഡ്ജായിട്ട് പോകണം. എത്ര ടീച്ചറെ ഇതിന് മാർക്ക് കൊടുക്കണ്ടേ? 10-ൽ 9.5. പക്ഷേ UPSC ലെവലിൽ ഞങ്ങൾ 6.5 കൊടുക്കത്തുള്ളൂ. അത് ഇവർക്കറിയാം. UPSCക്ക് ഫസ്റ്റ് റാങ്കുകാരൻ്റെ മാർക്ക് 6.5 65% ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് വളരെയധികം കഴിവുള്ള ആളാണ്. എൻ്റെ വിശ്വഭാരതിയുടെ ഒരു ഓൺലൈൻ സ്റ്റുഡൻറ്റുമാണ്. ഭാവിയിൽ സംതിങ് ബിഗ് വിൽ കം ഫ്രം ഹെർ. സോ ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും തരും. നമ്മളൊക്കെ എല്ലാം ഒന്ന് കൈയടിച്ച് കൊടുക്കും. എൻ്റെ പേര് ലിഖിത സുസൈൻ എബ്രഹാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മാർത്തമ്മ റെസിഡൻഷ്യൽ സ്കൂളിൽ. വാട്ട് ആർ യു ഗോയിങ് ടു ഡു നൗ? കവിത പറ. ഏത് കവിതയാന്ന് ഉറക്കെ പറ. നാരായണത്ത് ഭ്രാന്തൻ. 12 മക്കളെ പെറ്റൊരമ്മേ. എന്നെ കുറിച്ചുള്ള കവിതയാണോ? തുടങ്ങിക്കോ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. ഉള്ളിലഗ്നി കോണി കാറ്റുരഞ്ഞു തീ ചീറ്റുന്ന നഗ്നമാന്ത സ്വർഗ കാമമില്ല. വാഴ്വിൽ ചെതുമ്പിച്ച വാതിലുകളടയുന്ന വാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിലുരയുന്ന ചിത കെട്ടി കേവലത ധ്യാനത്തിലുരയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നീരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ.
മൂകമുരുകുന്ന ഞാനാണു മൂഢൻ, നേരുചി കയുന്ന ഞാനാണു ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ, ഒട്ടി വലിയുന്ന ദിശയെട്ടും ഉപശാന്തിയുടെ മുട്ടുകൾ തിരിഞ്ഞു നടക്കൊൾക്കേ. ഓർമ്മയിലൊരോടു വഴിവര രുചിപ്പഴമയുടെ നീർവരയിലേക്ക് തിരിയുന്നു. ഓർമ്മയിലൊരോടു വഴിവര രുചിപ്പഴമയുടെ നീർവരയിലേക്ക് തിരിയുന്നു. ലിഖിത ഒരു ഫ്യൂച്ചർ സ്റ്റാർ ആണ്, അതിന് യാതൊരു സംശയവും ഇല്ല. ഇത്ര മനോഹരമായിട്ട് മലയാളമൊക്കെ ചൊല്ലി മധുസൂദനൻ നായർ സാറിന്റെ ഒരു ഉജ്ജ്വല കവിതയാണ്. ഗോഡ് ബ്ലസ് യു, ഓൾ ദ ബെസ്റ്റ്, ദൈവം അനുഗ്രഹിക്കട്ടെ. കൈയടിച്ചാണ്. ഈയിടെ ഇങ്ങോന്നേ ഗുജറാത്തിലൊക്കെ പോയതാണ്. സർദാർ പട്ടേലിന്റെ ആ സ്റ്റാച്ചു ഒക്കെ കണ്ടോ? യൂണിറ്റി. ആ സ്റ്റാച്ചുവിന്റെ പേരെന്തുവാ? സ്റ്റാച്ചു ഓഫ് യൂണിറ്റി. സോ ഇന്ന് സർദാർ പട്ടേലിന്റെ ജന്മവാർഷികമാണ്. പിന്നെ ഗാന്ധിജിയുടെ ആശ്രമത്തിലൊക്കെ പോയി ഒരു ഗാന്ധിജിയുടെ വലിയ ഫോളോവറൊക്കെയാണ്. ഇത്രയും ചെറുപ്പത്തിലെ ഗാന്ധിയെയൊക്കെ ഫോളോ ചെയ്യുന്ന ഇന്ന് ഇന്ത്യയിൽ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് പറഞ്ഞേ. പോൾ, ഷെർവിൻ, നെഹമ്യ, റോവൻ, ഗൗതം, കാശിനാഥൻ നമ്മുടെ മാൻ പവറാണ്, മെൻ പവറാണ്. അതുകൊണ്ട് ഞങ്ങള് എന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ഇവര് എന്തോ ചെയ്യുമെന്ന് പറയുന്നു. ശരി, തുടങ്ങാം. ഉറക്കം പറ, തുടങ്ങിക്കോ. സ്റ്റാർട്ട്. അലക്സ അടുത്തു വാ. ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഭയമേ മാറിപ്പോനി അണ്ണം വിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം നടത്തി വെച്ചാൽ സ്വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലുമിനടി അണ്ണൻ തനി നാടൻ കൊലമല്ലി ഇല്ലുമിനടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനടി. സീനിയർ സ്റ്റുഡൻസ് ആണ്, ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന അലക്സും ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന അലനും ഉണ്ട്. എന്തുവാ നമ്മളത് ചെയ്യുന്നേ? നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? സ്നേഹം മാത്രം. ഒന്ന് കട്ട് ചെയ്ത് റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുറ്റു കൊച്ചി കടലിലിട്ടു മൂക്കുവ പിള്ളേര് മുങ്ങിയെടുത്തു പിള്ളേര് തറ്റിയെടുത്തു. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുറ്റു കൊച്ചി കടലിലിട്ടു. മതി. നമ്മുടെ സീനിയർ ഫ്രണ്ടായ നമ്മുടെ ലിഖിതയുടെ മദറായ പ്രിയപ്പെട്ട സോണിയ കൊച്ചമ്മയുണ്ട്. ഡോക്ടർ സോണിയ അന്ന സക്രിയ, നമ്മളുടെ എൻ്റെ അടുത്ത സുഹൃത്തായ പുളിന്തിട്ട എബ്രഹാം ബി പുളിന്തിട്ട അച്ഛൻ്റെ വൈഫുമാണ്. അതുകൊണ്ട് നല്ല ഒരു സ്നേഹബന്ധം ഈ ഫാമിലിയുമായിട്ടുണ്ട്. ആനയെപ്പറ്റി എന്തോ പറയാനുണ്ട്? ഏതാണ്ടൊക്കെ ആനയെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത്. ആനയെപ്പറ്റി പറയാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഗവേഷണം നടത്തിയത് അതിൻ്റെ ഒരു ഭാഗം ഗവേഷണം കാട്ടിലായിരുന്നു. പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ ആനകൾ ഇറങ്ങുന്ന സമയം, പ്രത്യേകിച്ച് അതിരാവിലെ സമയം, നമ്മളൊരു 10-11 മണി സമയത്താണ് കാട്ടിൽ പോകുന്നത്. പോയി കഴിഞ്ഞ് 2 മണി 3 മണിക്കുള്ളിൽ നമ്മൾ കാട്ടിൽ നിന്ന് ഇറങ്ങും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിരാവിലെ സമയത്തും ഉച്ച കഴിഞ്ഞ സമയത്തും കാട്ടിൽ ആനകൾ ഇറങ്ങുന്ന സമയം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, ചൂട് കൂടുതലുള്ള സമയമാണല്ലോ ഉച്ച സമയങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആനകൾ അവരെവിടാന്ന് പോലും നമുക്കറിയത്തില്ല. അല്ലാത്ത സമയങ്ങളിലാണ് ആന തീറ്റ തേടാൻ വേണ്ടി ഇറങ്ങുന്നത്. അതുപോലെ പല പ്രാവശ്യം ആനകൾ സ്ഥിരം സഞ്ചരിക്കുന്ന പാതകൾക്ക് എന്തോ പറയുന്നതെന്ന് അറിയാമോ? ആനകൾ സഞ്ചരിക്കുന്ന വഴികൾക്ക് ഒരു പേര് പറയും, അറിയാമോ? ഇപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ആനത്താര കേട്ടിട്ടുണ്ടോ? ആനത്താര എന്ന് പറഞ്ഞാൽ ചില റോഡ് ക്രോസ് ചെയ്യുന്ന ആനകൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആനത്താര എന്ന് പറഞ്ഞാൽ ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. ഈ വനത്തിൽ നിന്നും അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് ക്രോസ് ചെയ്ത് പോകും. അന്നേരം നമ്മൾ വണ്ടികൾ കണ്ടാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം, ആനകളെ പോകാനായിട്ട് അനുവദിക്കണം.
അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ ഫോറസ്റ്റ് ഗാർഡുമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ആനയുടെ ഫിസിയോളജിയുമായിട്ടും അവരുടെ ബോഡിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എല്ലാം ഇപ്പം നമുക്ക് എല്ലാവർക്കും കുറേയൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ആനയുടെ കാലുകളെ പറ്റിയും തുമ്പിക്കൈയെ പറ്റിയും കൊമ്പിനെ പറ്റിയൊക്കെ. ആന കൊമ്പുള്ളത് ഏത് ആനകൾക്കാണ് ഉള്ളത്? ആണാനകൾക്കാണ് അല്ലേ ഉള്ളത്. 2 തരം ആനകളുണ്ട്. ഏഷ്യൻ ആനകളും ഉണ്ട്, ആഫ്രിക്കൻ ആനകളുണ്ട്. ആഫ്രിക്കൻ ആനകളുടെ പ്രത്യേകത എന്തുവാ? ആണിനും പെണ്ണിനും കൊമ്പുണ്ട്. പക്ഷെ ഏഷ്യൻ ആനകൾക്ക് ആണുങ്ങൾക്ക് മാത്രമേ കൊമ്പുള്ളൂ, പെണ്ണാനകൾക്ക് കൊമ്പില്ല, പിടിയാനകൾ. അതുപോലെ വേറൊരു കാര്യം, ആനക്കൂട്ടം, ഒരാനക്കൂട്ടത്തിന് നേതാവ് എപ്പോഴും ആരായിരിക്കും? കൊമ്പനാണെന്നാണ് നമ്മുടെ ഒരു വിചാരം അല്ലേ. പക്ഷെ ആനക്കൂട്ടത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നത് എപ്പോഴും അവിടുത്തെ ഒരു മൂത്ത ഗ്രാൻഡ് മദർ ആയിരിക്കും, ഒരു പിടിയാനയായിരിക്കും അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ആൺകുഞ്ഞുങ്ങൾ ഒരു 6 വയസ്സ് വരെയൊക്കെ അവരുടെ കൂടെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് അവർ ഈ ആൺകുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്തുനിന്ന് ആ കൂട്ടത്തിൽ നിന്ന് അവരങ്ങ് പുറത്താക്കും. അവർ പിന്നെ ആ പെൺകുഞ്ഞുങ്ങളും കൊച്ചാനക്കുട്ടികളും ഒക്കെ ആയിട്ടാണ്. അപ്പം മുതിർന്ന് കഴിയുമ്പോൾ ഈ പ്രായപൂർത്തിയാകുമ്പോൾ ഈ ആണാനകളെ ഈ ഗ്രൂപ്പിൽ നിന്ന് അവർ പുറത്താക്കും. അവർ പിന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കും. പിന്നെ അവരുടെ മറ്റ് ബാച്ചിലേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് അവരൊരു ബാച്ചിലേഴ്സ് പാർട്ടി പോലൊക്കെയാണ് ഈ ആണാനകൾ പോകുന്നത്. പിന്നെ അവർ പിന്നെ മെയ്റ്റിംഗ് സമയമൊക്കെ ആകുമ്പോൾ അവർ ചില സെക്രീഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഗേൾസിന് അതിലേക്ക് അട്രാക്ഷൻ വരാനും അങ്ങനെ അവർ വേറൊരു ഫാമിലി ആയിട്ട് പുതിയതായിട്ട് അങ്ങനെ മാറും. അപ്പോൾ എപ്പോഴും ഒരു ആനക്കൂട്ടത്തിൽ ഒരു മുതിർന്ന പെണ്ണാനയായിരിക്കും അവിടുത്തെ ലീഡർ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കും എന്തുവാ ഒരു കൊമ്പനാണ്. പക്ഷെ അതുകൊണ്ട് ഇതുപോലെ നിൽക്കുന്ന കൊമ്പനെയൊക്കെ നമുക്ക് അതിനകത്ത് കാണാം. 11 വയസ്സൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ കാണും കേട്ടോ. ഇവിടെ അല്ല, നമ്മൾ മോളിൽ കണ്ടില്ലേ, അതൊക്കെ കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ്. ആ ഗ്രൂപ്പിലെ കുട്ടികളാണ്. കൊമ്പുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അമ്മയും മക്കളും പോലെ കുട്ടികൾ, മുതിർന്ന ആണാനകൾ ഗ്രൂപ്പിൽ കാണത്തില്ല. അപ്പം ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പിന്നെ ഒത്തിരി അതിൻ്റെ ഉള്ളിലോട്ടുള്ള മറ്റ് ഫിസിയോളജി അനാറ്റമി ഒന്നും ഞാൻ പറഞ്ഞു. ചോദിക്കാനുണ്ടോ? ഞാൻ നേരത്തെ പറയുന്നത് ആനയുടെ കാലുകളുടെ വിരലുകൾ, ഫ്രണ്ടിലത്തെ 2 കാലിനും 5 വിരലുണ്ടെങ്കിൽ പുറകിലത്തെ 2 കാലിനും 4 ഉള്ളൂ. അതുപോലെ ഫിംഗേഴ്സ് നമുക്ക് കാണത്തില്ല, നഖം മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ സ്കെലിറ്റൺ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ശരിക്കും ഫിംഗേഴ്സ് ഉണ്ട്. അത് ആ ദശയ്ക്കുള്ളിലാണ് അല്ലേ. അപ്പോൾ ശരിക്കും ഫിംഗേഴ്സ് ഉണ്ട്, അതിങ്ങനെ മൂടിയിരിക്കുക. പിന്നെ ആനയുടെ പാദത്തിൻ്റെ അടിയിൽ എന്തോ ഉണ്ട്, ഒരു പാഡ് പോലെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിനെ ഈ ഹോൾ ബോഡിയുടെ വെയ്റ്റിനെ താങ്ങി നിർത്താൻ സഹായിക്കുന്നത് ഈ 4. നമുക്കറിയാം ഏറ്റവും വലിയ ജീവിയാണ് കരയിൽ. അപ്പോൾ അതിൻ്റെ ബോഡി വെയ്റ്റിനെ താങ്ങി നിർത്തണ്ടേ, അതിന് ഈ 4 കാല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കുഷൻ പോലെ ഒരു പാഡുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് വേദന എടുക്കും. അത് നാച്ചുറലായിട്ട് അവർക്കുള്ളതാണ് ഈ പാഡ് എന്ന് പറയുന്നത്. നമ്മുടെ ആനകളെ ഒന്നും നമ്മൾ സത്യം പറഞ്ഞാൽ ഈ നിൽക്കുന്ന ആനകൾ എല്ലാ ആനകളും കാട്ടാന തന്നെയാണ്. ഒരാനയെ നമുക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റത്തില്ല ഒരാന. കാരണം എല്ലാ ആനകളും പട്ടിയും പൂച്ചയും കോഴിയും വളർത്തുന്ന പോലെ ഒരിക്കലും നമുക്ക് ആനകളെ, അതെപ്പോഴും കാട്ടുമൃഗം തന്നെയാണ്. പിന്നെ മനുഷ്യർ പേടിപ്പിച്ചാണ് ആനകളെ മെരുക്കി നിർത്തിയിരിക്കുന്നത്. ഈ റോഡിലൂടെ ഒക്കെ ഈ ആനകൾ പോകുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ചാറിട്ട റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ഈവൻ അതിൻ്റെ ആ കാലിൻ്റെ അടിയിലത്തെ പാഡ് ഉണ്ടല്ലോ, അത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അതിനും ഭയങ്കരമായിട്ട് പൊള്ളും. കാരണം അതിനത് പറഞ്ഞിരിക്കുന്നത് കാട്ടിൽ ഒരുപാട് നടക്കണം. കാരണം ഇത്രയും ആഹാരം കഴിക്കണ്ടേ, അതിൻ്റെ വയറ് വലുതാണ്. അത് കഴിച്ച് നടക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളെവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, എത്രയോ മണിക്കൂറുകൾ അവർ ആഹാരം കഴിച്ചെങ്കിൽ അവരുടെ വയറ് നിറയത്തുള്ളൂ. ഇത്രയും വലിയ ജീവിയല്ലേ. അപ്പം മുള്ളിലും എല്ലാത്തിലും കൂടെ ചവിട്ടി പോകാൻ വേണ്ടിയാണ് അവർക്ക് ഈ കാലിൻ്റെ അടിയിൽ പാഡ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഈ ടൈൽസിലൂടെയും ചാറിലൂടെയൊക്കെ നടന്നാൽ അവരുടെ കാലും പാഡും എല്ലാം പൊള്ളി ബുദ്ധിമുട്ടാകും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്കറിയാം ആനകൾ സസ്യപുക്കുകളാണല്ലേ. പശുവും ആടും മാനും ഒക്കെ എങ്ങനെയാണ് അവർ ഈ പെട്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവർ പുല്ല് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് കഴിച്ചിട്ട് അവരെവിടെയെങ്കിലും ഒരിടത്ത് പോയി ഒരു നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് പോയി റെസ്റ്റ് എടുത്ത് അയവറല്ലേ അവർ ആ ഫുഡ് വീണ്ടും തികട്ടി വന്ന് അവർ പെതുക്കെ ഡൈജസ്റ്റ് ചെയ്യണം. പക്ഷേ ആനകൾ സസ്യബുക്കാണെങ്കിലും അങ്ങനെ അല്ല ചെയ്യുന്നത്. കാരണം ആനകൾ ഭയങ്കര വലുതാണ്. ആനകളെ ഒരു കാർണിവോറസ് ആനിമൽസും വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. പക്ഷേ മറ്റു മാനുകൾക്കും പശുക്കൾക്കും പോത്തുകൾക്കും ഒക്കെ അറിയാം സിംഹമോ കടുവയോ എന്തെങ്കിലുമൊക്കെ വന്ന് അവരെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് അവർ കഴിക്കുമ്പോൾ പെട്ടെന്ന് വാരി വലിച്ച് കഴിച്ചിട്ട് ഒതുങ്ങി എവിടെയെങ്കിലും പോയിരുന്നേ ശരിക്കും അത് പിന്നെ ഭക്ഷിക്കത്തുള്ളൂ. പക്ഷേ ആന സമയമെടുത്ത് ഇലയൊക്കെ വലിച്ച് പുല്ലൊക്കെ കഴിച്ച് ആസ്വദിച്ച് നോർമൽ ഡൈജഷൻ വീണ്ടും വന്നല്ല അവർ ഭക്ഷിക്കുന്നത്. അവരുടെ ഡൈജഷൻ നോർമലായിട്ട് തന്നെയാണ്. അത് സസ്യഭുക്കുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഡൈജഷനാണ് ആനകൾക്കുള്ളത്. ഇത്രയൊക്കെയാണ്. താങ്ക് യു വെരി മച്ച്. ടീച്ചർക്ക് നല്ലൊരു കൈ കൊടുക്കാമല്ലോ. നമ്മുടെ മലയാളം സാറും കെമിസ്ട്രി ടീച്ചറും, മലയാളം അധ്യാപകനായ വർഗീസ് സാറും ഹയർ സെക്കൻഡറി കെമിസ്ട്രി അധ്യാപികയായ റെനി ടീച്ചറും ഉണ്ട്.
വന്നതിൽ വലിയ സന്തോഷം. എങ്ങനെയുണ്ട് ഈ പരിപാടിയൊക്കെ എങ്ങനെ കാണുന്നു? കുട്ടികൾക്കൊക്കെ നല്ല ജനറൽ നോളജ്, അത് യാത്രയുടെ അനുഭവം, അതിലൂടെ കുട്ടികൾക്ക് വിജ്ഞാനത്തിൻ്റേതായിട്ടുള്ളൊരു അറിവും പകർന്നു കൊടുക്കുന്ന ഒരു നല്ലൊരു യാത്രയായിരുന്നു ഇതെന്ന് പറയുന്നത് യാതൊരു സംശയവും. ടീച്ചറിൻ്റെ എൻ്റെ സീനിയറായിട്ട് വനിതാ മന്ദിരം MTS സ്കൂളിൽ പഠിച്ചതാണ്, ഞങ്ങളുടെ ചേട്ടൻ്റെ കൂടെയൊക്കെ പഠിച്ചതാണ്, ചേട്ടൻ്റെ ജൂനിയർ ആയിരുന്നല്ലേ? അപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ട്, അതിപ്പോഴാണ് അറിയുന്നത്. എന്തു പറയുന്നു? നല്ല പ്രോഗ്രാം, ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് YMCA വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷം അറിയിക്കുകയും ചെയ്തു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഗീതാഞ്ജലിയുടെ മുത്തശ്ശനുണ്ട്, നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. ഗീതാഞ്ജലിയുടെ ഗ്രാൻഡ് ഫാദറാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സീനിയർ ഫ്രണ്ടും പേരൻറ്റുമായ ശ്രീമതി ശരണ്യ TS തിരുവല്ലയിലെ ഒരു നല്ല സംരംഭകയാണ്. ശരണ്യ എന്തുവാ ഫുഡ് ഫീൽഡിലാണ്? നമുക്ക് ഫുഡ് ഫീൽഡ് 3 വർഷമായിട്ടുണ്ട്. അടുത്ത് കേൾക്കത്തില്ല. ഫുഡ് ഫീൽഡ് ഒരു 3 വർഷമായിട്ടുണ്ട്. 3 നേരത്തെ ആഹാരം നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. മികാസ് അല്ലേ? അതെ, മികാസ് ഫുഡ്. ശരണ്യയുടെ മകനാണ് കാശിനാഥൻ ഇവിടെ ഉണ്ട്. ശരണ്യയുടെ ഹസ്ബൻഡ് കണ്ണൻ നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്, മഞ്ഞാടിയിൽ ജനസേവന മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു. അതുകൊണ്ട് നമുക്കിന്ന് ഉച്ചഭക്ഷണം പൊതിച്ചോറായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ശ്രീമതി ശരണ്യയാണ്. അതിനോടുള്ള പ്രത്യേക ഒരു സ്നേഹവും നന്ദിയൊക്കെ നമ്മൾ അറിയിക്കണം. രാവിലെ മെനക്കെട്ട 8:45 എല്ലാം റെഡിയായിട്ട് കൊണ്ടുവന്നു. വേറെ എങ്ങനെ കാണുന്നു ഈ പരിപാടിയെ? തീർച്ചയായിട്ടും നല്ല പരിപാടി. എനിക്കൊന്ന് സ്കൂളുകളിലേക്കും കൂടെ ഇത് ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാ സ്കൂളുകളും കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലാസ് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കണ്ട കാര്യങ്ങൾ കുട്ടികൾ മറക്കത്തില്ല. നമ്മളിപ്പോൾ TV-യിൽ ഇപ്പം സിനിമ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേർ ഓർത്ത് വെക്കുന്നത് തന്നെ ഇത് കണ്ടല്ലേ ഓരോന്ന് ചെയ്യുന്നത്. മറ്റ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഈ കാഴ്ചകളൊക്കെ എനിക്കൊന്നും മറക്കത്തില്ല. ഇപ്പം മ്യൂസിയം ആയാലും ഇവരെല്ലാം കണ്ട് കേട്ട് അല്ലേ ഓരോന്നും പോയേക്കുന്നത്. അപ്പം കൂടുതലും നല്ലതാണ്. തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ വിവരങ്ങൾ ഇതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് കാണിക്കാനായിട്ടും മുന്നോട്ട് എത്തണമെന്ന് മാത്രം. താങ്ക് യു വെരി മച്ച്. ഏതോ കാലക്കേടില്ലാണോ ലോല ഭയ പോകാം ലോകം കാണാൻ തേരാ പാര ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി ഇവിടെത്തി സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കെട്ടി ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുത്താൽ അതിനാൽ വരണ്ടേ, ആലിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ, മന്ദാകിനി ഒന്നാകുമോ ചെന്താമരേ താമരേ, കൊണ്ടാലിനി കൊണ്ടാടുമോ പിന്നാലെ ഞാൻ വന്നാലുമേ, മന്ദാകിനി ഒന്നാകുമോ ചെന്താമരേ എന്താമരേ ലാ 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 ലാ. അപ്പോൾ തിരുവല്ല YMCA യൂത്ത് വർക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മളിങ്ങനെ തുടങ്ങി. എല്ലാവർക്കും പരിപാടി ഇഷ്ടപ്പെട്ടല്ലോ. അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു ടൂർ പോകുന്ന പോലെ അല്ല, ഇവിടെ കാര്യങ്ങളെല്ലാം പഠിച്ച് അങ്ങനെ വളരെ ശാസ്ത്രീയപരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഇട്ട് പാട്ടൊക്കെ പാടി ഇവിടെ പങ്കെടുത്ത എല്ലാവരും നമുക്കിന്നൊരു വേദി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം എനിക്കും തന്ന തിരുവല്ല YMCA പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. YMCA ഭാരവാഹികളോടും. നമുക്ക് ഒരു കാര്യം ഓർക്കണം, എപ്പോഴും നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം പെർഫോം ചെയ്യാൻ. കഴിവുണ്ടായിട്ട് കാര്യമില്ല, പിന്നെന്തോ വേണം, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് ഇതിൻ്റെ കൂടെ നിൽക്കണം. ഇനി നമുക്ക് ജനുവരി 2-ാം തീയതി ന്യൂ ഇയർ പരിപാടിയുണ്ട്. അതിന് മുമ്പ് നമുക്കൊന്നുകൂടെ ഒരു മീറ്റിംഗ് ഒക്കെ കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നല്ല ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളും ഇവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചു കൂട്ടുക. നിങ്ങൾക്ക് നിറഞ്ഞാടാനുള്ള ഒരു വേദിയാണ്. നിങ്ങളുടെ പ്രായത്തിൽ ഹൈസ്കൂൾ YMCA എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് YMCA ഒരു ബ്രാഞ്ചാണ് HiY. പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി YUniY എന്ന് പറഞ്ഞുകൊണ്ട്. ഞാനിതിൻ്റെ രണ്ടിനെ ഭാഗവാക്കായിരുന്നു. ഞങ്ങൾ അനേക ക്യാമ്പുകൾക്കൊക്കെ പോയിട്ടുള്ളതാണ്, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കണം. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം വന്ന് YMCA എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ജേക്കബ് സാറിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ജോയ് സാറിനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കുര്യൻ ജോൺ സാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് ഹൈസ്കൂൾ YMCA മാസത്തിൽ ഒരു 2 മീറ്റിംഗ്. പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾ UniY എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മുടെ അലക്സ്
അലക്സ് ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അലക്സ് മർത്തോമ കോളേജിലേക്ക് 3-4 കൂട്ടുകാരെയൊക്കെ വിളിച്ച് വാ, നമുക്കൊരു യൂണിവേഴ്സിറ്റി YMCA തുടങ്ങാം. അങ്ങനെ വന്നാൽ മതി. നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുക. വി ആർ പ്രൊവൈഡിങ് യു എ പ്ലാറ്റ്ഫോം. അതിനുവേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 47 മിനിറ്റായി. ഇന്ന് ദീപാവലി ദിവസമാണ്. എന്തുവാ ദീപാവലിയുടെ സന്ദേശം? വെളിച്ചമുണ്ടാകട്ടെ, ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്നുള്ളതാണ് ദീപാവലിയുടെ സന്ദേശം. എന്നാൽ നമ്മുടെ കാലത്തിൽ പലപ്പോഴും വെളിച്ചം ഒന്നും ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾക്കൊക്കെ വെളിച്ചം ഇഷ്ടമാണോ? നിങ്ങൾക്ക് എപ്പോഴും ഇരുട്ടത്ത് ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഞെക്കിക്കൊണ്ടിരിക്കും, അതല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾ ഈ മൊബൈൽ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് അങ്ങ് കുറച്ചങ്ങ് വെക്കും. അവർ പറയുന്നത് ബാറ്ററി സേവ് ചെയ്യാനാണ്. ബാറ്ററി സേവ് ചെയ്യാനൊന്നുമല്ല, അവർക്ക് വെളിച്ചം വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് അസർട്ടീവ് പേഴ്സണാലിറ്റി. കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തുകയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു അസർട്ടീവ് പേഴ്സണാലിറ്റി ആണെന്ന് അറിയാൻ ഒക്കുന്നത്? പറഞ്ഞ ഗീതാഞ്ജലി. നമ്മൾ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ നെഞ്ച് വിരിച്ച് നിൽക്കുന്നവനാണ് അസർട്ടീവ് പേഴ്സണാലിറ്റി. കണ്ടോ? എനിക്കൊരു അസർട്ടീവ് പേഴ്സണാലിറ്റി. ഐ ആം പ്രൗഡ് ടു സേ ദാറ്റ്. അതിന് YMCA ഒരു പാർട്ട് വഹിച്ചിട്ടുണ്ട്, മർത്തോമ യൂണിവേഴ്സിറ്റി ഒരു പാർട്ട് വഹിച്ചിട്ടുണ്ട്, മർത്തോമ സെൻട്രൽ സ്കൂൾ സമാജം ഒരു പാർട്ട് വഹിച്ചിട്ടുണ്ട്, കോളേജിലെ നാഷണൽ സർവീസ് സ്കീം ഒരു പാർട്ട് വഹിച്ചിട്ടുണ്ട്, ബ്രെയിൻസ് ട്രസ്റ്റ് ഒരു പാർട്ട് വഹിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ അഭിമാനത്തോടാണ് പറയുന്നത്. ക്യാമറ കണ്ടാൽ ഞാൻ നെഞ്ചി മരിച്ച് ഇങ്ങനെ നിൽക്കും. പക്ഷേ ചിലരെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ എടുക്കണം ഏതാണ്ട് കേസിലെ പ്രതിയായതുപോലെ. അതുകൊണ്ട് നിങ്ങൾ അസർട്ടീവ് പേഴ്സണാലിറ്റി ആയിരിക്കണം. ഓവർ അസർട്ടീവ് ആവില്ല, അത് അതിനേക്കാൾ വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു നിങ്ങളോട് അസർട്ടീവ് പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞ അറിയാം. 100 മീറ്റർ വേൾഡ് റെക്കോർഡ് ചാമ്പ്യൻ ഉസൈൻ ബോൾട്ടിനെയാണ് ഞാൻ അസർട്ടീവ് പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് കാണുന്നത്. നിങ്ങൾ ഉസൈൻ ബോൾട്ടിൻ്റെ വീഡിയോ കണ്ടാൽ മതി. അദ്ദേഹം ഗ്രൗണ്ടിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ 15 മിനിറ്റേ ഉള്ളൂ ഗ്രൗണ്ടിൽ, പക്ഷേ ആ 15 മിനിറ്റും ക്യാമറ അദ്ദേഹത്തിൻ്റെ മുഖത്താണ്. വന്ന ആ ഒരു ഡാൻസ് ഇങ്ങനെ കൈയൊക്കെ കൊണ്ട് വെച്ച് ഐ ആം ദ ചാമ്പ്യൻ, ക്യാമറയുടെ മുമ്പിൽ വന്ന് ഐ ആം ദ ചാമ്പ്യൻ. ദാറ്റ് ഈസ് അസർട്ടീവ് പേഴ്സണാലിറ്റി ആൻഡ് ഹി പെർഫോംസ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അസർട്ടീവ് പേഴ്സണാലിറ്റി വേണം. നമുക്ക് ഈ ഒരു ജീവിതം, എത്ര വയസ്സ് നമുക്ക് ഇവിടെ ആയുസുണ്ട്? ബൈബിൾ പ്രകാരം 70 ഏറെയായാൽ 80 മാത്രം. നമ്മൾ കൂടിപ്പോയാൽ 100 വർഷം ജീവിച്ചിരിക്കും, അല്ലേ? ഈ സമയത്ത് നാണം കുടുങ്ങിയിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? 10,000 വർഷങ്ങളായിട്ട് സ്റ്റോറി ഓഫ് സിവിലൈസേഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു 100 വർഷം. അതിൽ നമുക്ക് ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കാൻ ഒക്കുന്ന ഒരു 30 വർഷമേ ഉള്ളൂ. ഒരു 60-70 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഒതുക്കി എങ്ങോട്ടേലും ഒക്കെ മാറ്റിവിടും. അതുകൊണ്ട് നിങ്ങളുടെ ടീനേജ് യൂത്ത് പീരീഡ് ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങൾ മുമ്പിലോട്ട് വരണം. നിങ്ങൾക്കുള്ള സ്റ്റേജ് ഞങ്ങൾ ഒരുക്കുകയാണ്, തിരുവല്ല YMCA ഒരുക്കുകയാണ്. അതുകൊണ്ട് ഇനി അടുത്ത പരിപാടിക്കൊക്കെ നമ്മൾ അറിയിക്കും. നിങ്ങൾ തന്നെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം. എല്ലാവരും നല്ലതുപോലെ ഇഷ്ടപ്പെട്ടോ? ആനയൊക്കെ കണ്ടോ? കണ്ടു. ക്ലാസ്സുകളൊക്കെ കേട്ടോ? ബോറടിച്ചോ? ഇനി മേലെ ഇങ്ങനെ വിളിച്ചാൽ ഞാൻ വരത്തില്ല, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഇനിയും കൂട്ടുകാരെ വിളിച്ചോണ്ട് വരുമോ? അതുകൊണ്ട് നമ്മുടെ APJ അബ്ദുൽ കലാം സാറിന്റെ സോങ് ഓഫ് യൂത്ത്, ആസ് എ യങ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആംഡ് വിത്ത് നോളജ്, ടെക്നോളജി ആൻഡ് ലവ് ഫോർ മൈ നേഷൻ, ഐ റിയലൈസ് സ്മോൾ എയിം ഈസ് എ. ഞാൻ ഓരോ ലൈനായിട്ട് പറഞ്ഞു തരാം, നിങ്ങൾ അത് ഉറക്കെ പറയണം. അബ്ദുൽ കലാം സാർ 65-ാമത്തെ വയസ്സിൽ കണ്ട സ്വപ്നമാണ്. നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ്, നിങ്ങൾ ആ സ്വപ്നം കാണണം. ഇന്ത്യയെ വലിയൊരു രാഷ്ട്രമാക്കി മാറ്റണം. അത് നിങ്ങളുടെ കയ്യിലാണ്. So, as a young citizen of India, പോരല്ലോ, ചൂടൊക്കെ. As a young citizen of India, armed with technology, knowledge, and love for my nation, I realize small aim is a crime. ഉറക്കെ പറഞ്ഞേ, small aim is a crime. Small aim is a crime. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും കണ്ടതിൽ പ്രത്യേക സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഇത് കാണുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ നല്ലൊരു ഹായ് പറഞ്ഞ് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞ് ചിരിച്ചോണ്ട് ഹായ് പറഞ്ഞ്. ഇനി നമുക്ക് ഭക്ഷണത്തിനായിട്ട് പിരിയുകയാണ്. അത് കഴിഞ്ഞ് യാത്ര തുടരും. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ. സോ വാ കുട്ടികൾ വാ. ചെറിയ അവരെ വിളിച്ചു കൊടുത്തു. പേഴ്സണലൈസ്ഡ് പാക്കറ്റ്സ് ആണ്. കൊച്ചുകുട്ടികൾക്ക് ചെറിയ പാക്കറ്റും. ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല, അതാണ്.
നിങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചോ? ഒരുമിച്ചിരുന്ന് കഴിച്ചോ? ആ പുതിയ ആനയൊന്നും കാണിക്കില്ല കേട്ടോ. ഭക്ഷണം വേസ്റ്റ് ആക്കല്ലേ. ഈ പുതിയ ആനയ്ക്ക് കൊടുത്താൽ എന്ത് സംഭവിക്കും? ആനയ്ക്ക് വല്ലതും ആവുമോ? അതുകൊണ്ട് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ആനവായിൽ അമ്പഴങ്ങ പോലെയാണ് ഇത്. അതുകൊണ്ട് അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫ്രൂട്ടാണ്. സോ നമ്മുടെ ലഞ്ച് ടൈമാണ് ഇപ്പോൾ. ഭക്ഷണം കഴിക്കാനുള്ള ശ്രമത്തിലാണ്. സോ പൊതിച്ചോറിൻ്റെ കൂട്ടായ്മയാണോ? പൊതിച്ചോറ് പങ്കുവെക്കുന്ന കൂട്ടായ്മയാണ്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. എന്തൊക്കെയാ സ്പെഷ്യൽ ഉള്ളത് പറഞ്ഞേ? മുട്ട പൊരിച്ചത്, മത്തി തോരൻ, എൻ്റെ ഒഴിക്കാൻ കറി ഉണ്ടെന്നാ പറഞ്ഞത്. അവിടെ കിട്ടിയിട്ട് കഴിച്ചു തുടങ്ങിയാൽ മതി. ഉണ്ടോ ഒഴിക്കാൻ കറി ഉണ്ടല്ലോ? എല്ലാം വളരെ മെറ്റിക്കുലസ്ലി പ്രിപ്പയർഡ്. ഓക്കെ, അത് ഒഴിച്ചു കൊടുക്കല്ലോ. അതൊക്കെ അപ്പൂസിന് ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തൊക്കെയാ? മുട്ട പൊരിച്ചതുണ്ടോ? മീനുണ്ട്. ഗംഭീര ഭക്ഷണമാണ് അല്ലേ? നമ്മുടെ സ്നേഹത്തിൽ ചേർന്ന പ്രിയ സാറിനോടുമുള്ള സന്തോഷം പ്രത്യേകം അറിയിക്കുന്നു. ഒക്കെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മകളാണ്. താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സ്നേഹം സെലിബ്രേറ്റ് ചെയ്യുകയാണ്, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഇനിയുള്ള പരിപാടിക്കും വാ. കൊച്ചുമക്കളെ കൊണ്ട്, പേരക്കുട്ടികളെ കൊണ്ട് അങ്ങ് വന്നാൽ മതി. യു ആർ ഓൾവേസ് വെൽക്കം. അല്ലേ, എങ്ങനാ തകർക്കുവാണോ? ഞാൻ വരാനിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ. എങ്ങനെയുണ്ട് പൊതിച്ചോറ്? നല്ലതാണോ? കുക്കറിനാണ്. ഹോം മെയ്ഡാണ്, ഹോംലി ഫുഡാണ്. ശരണ്യ മാഡം നമുക്ക് വേണ്ടി പ്രത്യേകമായി തന്ന സ്നേഹ സമ്മാനം. സോ അശോകവനത്തിലിരുന്നൊരു ഉച്ചഭക്ഷണം, അതും തനി നാടൻ പൊതിച്ചോറിൻ്റെ സ്നേഹം. ബോയ്സ് എങ്ങനെയുണ്ട് പൊതിച്ചോറ്? മടിയെ വെച്ച് കഴിക്കുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. എന്തോ കുഴപ്പമില്ല. അഡാപ്റ്റേഷൻ ടു ദ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് ഹോൾഡ്സ് ദ കീ ഫോർ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. എങ്ങനെയുണ്ട് പൊതിച്ചോറൊക്കെ? ഇഷ്ടമാണോ? ടേസ്റ്റ് ഉണ്ടോ? ചൂടുണ്ടോ? ചൂടുണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ. എന്തൊക്കെയാ ഐറ്റംസ്? മീൻ വറുത്ത ഏതാ? എന്തോ മീനാ അത്? മത്തിയാണോ? എന്തോ അറിയത്തില്ല, മീനാണെന്നറിയാം. വെരി ഗുഡ്. ഒരുമിച്ച് പൊതിച്ചോറ് കഴിക്കുന്നതൊക്കെ താഴെ പോകല്ലേ, ഒരു സ്നേഹത്തിൻ്റെ അടയാളമാണ്. പണിയാവൂല്ലോ, എത്ര അയ്യോ, ഇനി ആട്ടണ്ട ഇത്രയും മതി. വെരി ഗുഡ്. അതാരാ തള്ളിയത്? ഇനി വേണ്ട, ഇനി തള്ളണ്ട പോലെ. ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്നത്. മൂവിങ് ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എയറിലെ ഫ്രിക്ഷൻ കാരണമാണ്. ഫ്രിക്ഷൻ ഒപ്പോസ് ചെയ്യുകയാണ്. യെസ് ഗീതാഞ്ജലി. ഓലത്തുമ്പത്തിരുന്നു യാലാടും ജല്ലപ്പൈങ്കിളി, ബാലഗോപാലനെത്തിക്കുമ്പം പാടടി. വേണ്ട പോളെ, എല്ലാം നിൽക്കും. ചാടി ഇറങ്ങാനും നോക്കത്തില്ല, കാലൊടിക്കും. ഇതൊരു 1.5 ഊഞ്ഞാലോ കേട്ടോ, ഭയങ്കര സംഭവം. ഹൈറ്റ് ഉണ്ടായോണ്ട് അതിന്റെ ഇതങ്ങ് കൂടും, റവല്യൂഷൻ സർക്കിൾ അങ്ങ് കൂടും. ആർക്ക് മതി പോലെ. കുഴപ്പമില്ല. എല്ലാവരും ചിരിച്ച് കൈയൊക്കെ അടിച്ച് ചിരിക്കുക. ഓ മൈ ഗോഡ്.
സ്പീഡ് കുറയ്ക്കാം അല്ലേ? ഇതാണ്ടാ എടുപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇതേ ഈ എക്സ്പേർട്ട് ആൾക്കാർ സ്വയം ഫോഴ്സ് കൊടുക്കും. അതാണ് ഈ സിസ്റ്റത്തിനകത്തുനിന്ന് തന്നെ ഫോഴ്സ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല. അതൊരു ഭയങ്കര സംഭവം കേട്ടോ. അതൊരു ഫിസിക്സിലെ ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷനാണ്. ഏതാ? അതാ സിസ്റ്റത്തിനകത്തുനിന്ന് ഫോഴ്സ് സാറിന് കൊടുക്കാൻ ഒക്കത്തില്ല. സോ നമുക്ക് വാഹന സൗകര്യം ഒരുക്കി തന്നത് അശ്വിൻ ട്രാവൽസ് അല്ലേ? എന്തുവാ ചേട്ടൻ്റെ പേരെന്തുവാ? സുനിൽ എന്നാണ്. വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഫീൽഡിലാണോ? എവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ വല്ലതും ഉണ്ടോ? കുവൈറ്റിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സേവനം നൽകിയതിന് പ്രത്യേക സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ സമയം ഇപ്പോൾ 1:43 ആയിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ കോന്നി എക്കോ പ്ലേസിലെ സന്ദർശനം അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും വീണ്ടും വണ്ടിയിലേക്ക് കയറി യാത്ര തുടരുകയാണ്. കോന്നിയിലെ ഞങ്ങളുടെ പ്രിയ ആന സഹോദരങ്ങളെ ഞങ്ങൾ ഇനിയും വീണ്ടും വരും. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ലവ് ആൻഡ് കെയർ എവരിബഡി. താങ്ക് യു. അപാരമായ ദൈവകൃപ വ്യാപരിച്ച ഒരു ദിവസമായിരുന്നു. ഏകദേശം 2:45 തിരുവല്ലയിൽ സുരക്ഷിതമായി സന്തോഷമായി മടങ്ങിയെത്തുകയുണ്ടായി. YMCAയുടെ ഓഫീസ് ബെയറേഴ്സ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, YMCA സ്റ്റാഫ് എല്ലാവരോടും, ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളോടും രക്ഷകർത്താക്കളോടും ഇതിനായി സഹകരിച്ച എല്ലാ മാതാപിതാക്കളോടും യൂത്ത് വർക്ക് കമ്മിറ്റിയോടും ലീഡർഷിപ്പ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഇതൊരു തുടക്കം മാത്രം. യാത്ര തുടരുന്നു. ഇനിയും ഇങ്ങനത്തെ വളരെ ക്രിയാത്മകമായ പരിപാടികൾ തീർച്ചയായും ആസൂത്രണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. വന്ന് പങ്കെടുത്ത എല്ലാവരുടെയും അറ്റൻഡൻസ് അവരുടെ തന്നെ കൈപ്പടയിൽ രേഖപ്പെടും. ഇതാണ് നമ്മുടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാശിനാഥനും അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. വളരെ ചരിത്രത്തിലെ ഇതിഹാസ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഇതെല്ലാം ചരിത്രത്തിൻ്റെ റെക്കോർഡ്സായിട്ട് മാറും. YMCAയുടെ ഔദ്യോഗിക രേഖകളായിട്ട് മാറും. പിന്നീട് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കഴിഞ്ഞില്ല. അതും YMCA ആർക്കൈവ്സിൽ അത് രേഖപ്പെടുത്തും. ഇതിൻ്റെ അക്കൗണ്ട്സാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. വന്ന് പങ്കെടുത്ത എല്ലാവരും ചെറുതും വലുതുമായ സംഭാവനകളിൽ കൂടി നമുക്ക് മൊത്തം ചിലവ് 6500 രൂപയാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും പങ്കിട്ട് ചെറുതും വലുതുമായ കോൺട്രിബ്യൂഷൻസിൽ കൂടെ അതും ഭംഗിയായിട്ട് നടന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ വസ്തുതയാണ്. ഞങ്ങൾ YMCAയുടെ സപ്പോർട്ടോടുകൂടി എല്ലാം ഭംഗിയായിട്ട് നടന്നു. എല്ലാം ഇനിയും
കൂടുതൽ സഹകരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാം YMCA യുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പോളിസിൽ ഓക്കെ, താങ്ക് യു.